Hi guys, Assalamu alaikum. Welcome back to my channel. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തട്ടുകടയിലെ മുളക് ബജി. മുളക് ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 2 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇടുന്നുണ്ട്, ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർക്കണം, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടയൊന്നും പിടിക്കാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നല്ലോണം ഇതേപോലെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ബജിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കിത് മുളക് ഇതിനകത്തേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. പൊരിക്കാനുള്ള ബജി നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നേരെ പകുതി പീസാക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ചില്ലി ഫ്ലക്സ്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി അരഞ്ഞെടുക്കാൻ ഒരു തുള്ളി വിനീഗർ. ഒന്ന് അരച്ചിട്ടെടുക്കാം. നമുക്ക് മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ മുളകിന് മുകളിലേക്ക് പുരട്ടി കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോരോ മുളകിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇതിങ്ങനെ കുറേശ്ശായിട്ട് പുരട്ടി കൊടുക്കാം. കൂടുതൽ പുരട്ടരുത്, നല്ല എരിവുണ്ടാവും. ചെറിയൊരു എരിവിനും വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ മസാല തേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതേപോലെ മസാല തേച്ച് പിടിപ്പിക്കും. മസാല ഒക്കെ പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാവിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബജി ഇടാൻ വേണ്ടിയിട്ട് എണ്ണ ഇവിടെ ചൂടാകുന്നുണ്ട്. നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ തന്നെ കഴുകവും വെള്ളവും വെക്കുക. പണീൻ്റെ ഇടയിലെടുക്കും. നമുക്ക് ഇതേപോലെ ഒരു മുളക് എടുത്തിട്ട് മാവിൻ്റെ ഇങ്ങനെ മുക്കിയിട്ട് കുറച്ചേരം ഇങ്ങനെ ഇത് കിട്ടുന്നത് വരെ വെക്കുക. ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും കൂടി ചേർക്കാവുന്നതാണ്. സാധനമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയിട്ട് എടുക്കാം. ബാക്കിയുള്ള കൂടെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളെ മുളക് ബജിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.